ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ. ഈ അവസരത്തിൽ റോഡിൽ സുരക്ഷിത യാത്ര സാധ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും നിരന്തരമായ ചർച്ചകളിലൂടെ അത് യാഥാർത്ഥ്യമാക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നിരവധി ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത്. ഈ വിഷയത്തിന്റെ ഗൗരവം നിരന്തരമായ ചർച്ചകളിലൂടെ നമ്മൾക്ക് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പം നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം വിഷയമല്ല. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും വാഹനം പെരുപ്പം മൂർധന്യത്തിലാണ്. വാഹനപ്പെരുപ്പത്തിന് പരിഹാരമില്ല. നിത്യജീവിതത്തിൽ വാഹനങ്ങൾ അത്യാവശ്യമാണ്. ജീവിത രീതി മാറുന്നതിനനുസരിച്ച്, രാഷ്ട്രത്തിന്റെ പുരോഗതിക്കനുസരിച്ച്, ബിസിനസ് വർദ്ധിക്കുന്നതിനനുസരിച്ചും വാഹനപ്പെരുപ്പം സ്വാഭാവികമാണ്. അതിനനുസരിച്ച് റോഡ് നിർമ്മിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാന ഘടകം. റോഡ് നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വേണം. ഹൈവേകൾ നിർമ്മിക്കുമ്പോൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെ നിർമ്മിക്കണം. ഇന്ന് നമ്മുടെ കേന്ദ്ര ഗതാഗത മന്ത്രി പാർലമെന്റിൽ തന്നെ പറഞ്ഞത് വാഹനങ്ങൾ അപകടം ദിവസവും തോറും വർദ്ധിക്കുകയാണ് എന്നാണ്. വാഹനാപകടങ്ങൾ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നു എന്ന് സാരം. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ പോലെ സംസ്ഥാനങ്ങളിൽ ഒരു വീട്ടിൽ ഒരു വാഹനം എന്ന തോതിൽ ഇപ്പോൾ തന്നെയുണ്ട്. ഒന്നിൽ കൂടുതലുള്ള വാഹനങ്ങളും മിക്ക വീടുകളിലും ഉണ്ട്. ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് തുടങ്ങിയ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ എല്ലാ വീടുകളിലും ഇപ്പോഴുണ്ട്. ഇതിന് പുറമെ പൊതുഗതാഗതം, മറ്റു കൊമേഴ്സ്യൽ വാഹനങ്ങൾ, ഇതെല്ലാം കൂടിയാകുമ്പോൾ റോഡ് വീർപ്പുമുട്ടുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി പ്രധാനപ്പെട്ട റോഡുകളെങ്കിലും ശാസ്ത്രീയമായി നിർമ്മിക്കേണ്ടതും പഴയ റോഡുകൾ ആ രൂപത്തിലേക്ക് മാറേണ്ടതുമുണ്ട്. ഹൈവേകൾ നിർമ്മിക്കുമ്പോൾ ഫുട്പാത്തും ക്രോസിംഗ് ബ്രിഡ്ജും നിർബന്ധമായി നിർമ്മിക്കാൻ പ്ലാനിൽ ഉൾപ്പെടുത്താൻ അധികാരികൾ ശ്രദ്ധിക്കണം. പ്രധാന ഹൈവേകൾ ക്രോസിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ മധ്യഭാഗം മറക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് ഒരു അന്താരാഷ്ട്ര മാനദണ്ഡമാണ്. റോഡിൻ്റെ പ്രധാന ഹൈവേകൾ 4 വരി 2 വരി പാതകളുടെ മധ്യഭാഗം മറക്കുന്നതും ക്രോസിംഗ് ബ്രിഡ്ജ് നിർബന്ധമായും ജനസാന്ദ്രത കൂടിയ എല്ലാ ഭാഗങ്ങളിലും നിർമ്മിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഒരു ഭാഗത്തായിരിക്കും ഒരു സ്ഥാപനം ഉണ്ടാകുക, മറുഭാഗത്തായിരിക്കും അദ്ദേഹത്തിന്റെ വീടുണ്ടാകുക. തീർച്ചയായും ക്രോസ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, ഒരു സമൂഹത്തിൻ്റെയാണ്. അപ്പോഴൊരു ക്രോസിംഗ് ബ്രിഡ്ജ് അവിടെ നിർബന്ധമാണ്. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്ന് വേണ്ട കൂടുതൽ വരുന്ന ഭാഗങ്ങളിൽ നിർബന്ധമായും ക്രോസിംഗ് ബ്രിഡ്ജുകൾ സ്ഥാപിക്കണം. കൂടുതൽ റോഡുകളും ഇപ്പോൾ തന്നെ ടോൾ പിരിക്കുന്ന അവസ്ഥയാണല്ലോ രാജ്യത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ നിർമ്മിക്കുന്ന റോഡുകൾ അന്താരാഷ്ട്ര മാതൃകയിൽ നിർമ്മിച്ച് അതിനുശേഷം ടോൾ പിരിച്ചാലും കുഴപ്പമില്ല. ജനങ്ങൾക്ക് ജീവന സുരക്ഷിതത്വം നൽകിയ ശേഷം ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കാം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാകുമ്പോൾ ഒരു ഹൈവേ കടന്നു പോവുകയാണെങ്കിൽ ആ ഹൈവേയുടെ ഒരു വശത്തായിരിക്കും ആരാധനാലയം, മറുവശത്തായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറുവശത്തായിരിക്കും ആശുപത്രികൾ. ഇങ്ങനെ ജനങ്ങൾക്ക് ഇരുവശത്തും ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെയാണ് ക്രോസിംഗ് ബ്രിഡ്ജുകൾ അത്യാവശ്യമായി വരുന്നത്. കേരളത്തെ സംബന്ധിച്ച് താഴ്ചയിലുള്ള അണ്ടർപാസുകൾ പ്രായോഗികമല്ല. കാരണം വർഷക്കാലത്ത് അണ്ടർപാസിനകത്ത് വെള്ളം നിറഞ്ഞാൽ ഉപയോഗശൂന്യമാകും. അപ്പോൾ മുകളിലൂടെയുള്ള ബ്രിഡ്ജുകൾ തന്നെ നിർബന്ധമാണ്. സൈക്കിൾ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും കൂടി ഇത്തിരി വലിപ്പത്തിൽ ഉള്ള
പാത റോഡിൻ്റെ വശങ്ങളിലും നിർമ്മിച്ചാൽ ഇപ്പോൾ തന്നെ ഉള്ള ഈ അപകടം മരണങ്ങൾ ഒരു പരിധിവരെ കുറക്കുവാനും കാഴ്ച മറക്കുന്ന മരങ്ങളും ഫ്ലക്സ് കൊടി തോരണങ്ങൾ എടുത്തുമാറ്റാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ ശ്രദ്ധിച്ചാൽ റോഡപകടങ്ങളുടെ എണ്ണം കുറക്കുവാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് 6 മാസക്കാലം മഴ ലഭിക്കുന്നത് കൊണ്ട് റോഡ് നിർമ്മാണം വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിൽ തന്നെ നടത്തണം. റോഡ് ചീത്തയായാൽ മഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് അപകടങ്ങൾക്ക് വാഹനപ്പെരുപ്പമാണെന്നും പറഞ്ഞിട്ടും കാര്യമില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. രാജ്യം വികസനം കൈവരിക്കുമ്പോൾ അതിന് മുന്നേ നമ്മളും നമ്മുടെ സംവിധാനങ്ങളും ചലിക്കേണ്ടതുണ്ട്. ജീവിത രീതിക്കും വികസനത്തിനും വാഹനപ്പെരുപ്പത്തിനും അനുസരിച്ച് നമ്മുടെ ഭരണ സംവിധാനവും മാറിയാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് കരകയറാൻ സാധിക്കും. ഇനി നിർമ്മിക്കുന്ന റോഡുകൾ ശാസ്ത്രീയമായി നിർമ്മിച്ചാൽ ഒരു പരിധിവരെ അപകടം കുറക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ വാഹനപ്പെരുപ്പത്തിനെക്കുറിച്ചും വിലാപിച്ചിട്ട് കാര്യമില്ല. വികസനം ശാസ്ത്രീയമായി നടക്കുകയും അനുവദിക്കുന്ന ഫണ്ട് ആ വഴിക്ക് തന്നെ ചിലവാക്കുവാൻ ജനപ്രതിനിധികളും ഉയർന്ന